ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഒരു പെരുന്നാളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേര് പൊരിയുണ്ട എന്നാണ്. പൊരി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിനാണ് ഇതിന് പൊരിയുണ്ട എന്ന് പറയാം. ഞാനിത് പൊരി ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ അരിയുണ്ടെന്നും പറയാം. അപ്പോൾ പൊരി ചേർത്താലും ചേർത്തിട്ടില്ലെങ്കിലും ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു മാറ്റമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാക്കാതെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ 1 മണിക്കൂർ മുന്നേ പച്ചരി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് 1 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇത്രയും വെള്ളം മതി കേട്ടോ, കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് പച്ചരി ഇങ്ങനെ അരച്ചിട്ട് പൊരിയുണ്ട അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലോണം ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 പാവ് വെളുത്തരിയാണ്. അപ്പോൾ ഞാനിവിടെ 1 പാവ് വെളുത്തരി ഫസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് പൊരി വെച്ചിട്ടാണ് ആക്കുന്നുണ്ടെങ്കിൽ 1/4 കിലോ പൊരിയും പിന്നെ 1 പാവ് അരിയും മതിയാവും. അപ്പോൾ ഇതാ അരി നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ട് കിട്ടാൻ നല്ലോണം ടൈം എടുക്കും കേട്ടോ. അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഞാനിവിടെ അരി നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ പാവും കൂടി ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ദാ ഗൈസ് ഞാനിവിടെ അരി എല്ലാത്തിനെയും നല്ലോണം ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഞാനിവിടെ നല്ല ഫൈനായിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാഗൈസ് അരിയെല്ലാം നല്ലോണം ഒന്ന് നൈസായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ദാഗൈസ് ഇതിന് 3 മുറി തേങ്ങ ആവശ്യമാണ്. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് ചരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഗ്യാസിൽ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1/2 കിലോ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഗ്യാസ് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇതിനെ നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ദാഗൈസ് ഇവിടെ ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചരച്ച് വെച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ തേങ്ങയും ശർക്കരയും നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പൊടിച്ച് വെച്ച അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ദാഗൈസ് ഇത്രയേ ഉള്ളൂ, നമ്മൾ പൊരിയുണ്ടൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ല ചൂടോടുകൂടി തന്നെ ഇതിനെ നമ്മൾ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ നമ്മളെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ ചെയ്തത്, അപ്പോൾ നമുക്ക് തൊടാൻ പറ്റുന്നത്രേ ചൂടുണ്ടാവുള്ളൂ. നമ്മളിത് ഉണ്ട പിടിച്ചെടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ വേണം ഉണ്ട പിടിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് ഫ്രൈ ആക്കുമ്പോൾ ഇത് പൊട്ടി പോകാനുണ്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ എല്ലാത്തിനെയും ആക്കിയെടുക്കാം.
അപ്പോൾ ദാ ഗൈസ് എല്ലാത്തിനെയും നമ്മളിങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നാലും നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് പൊരിയുണ്ട ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലാത്തിനെയും ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടിഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മളെ പൊരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മളെ പൊരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.